ഇറാനുമായുള്ള സംഘർഷം ഏറെക്കുറെ അടങ്ങിയതോടെ ഗസയിൽ നിന്നും പിന്മാറാൻ ഇസ്രായേൽ തിരക്ക് പിടിച്ച നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹമാസുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഗസ ഓപ്പറേഷൻ അവസാനിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലാണ് പശ്ചിമേഷ്യൻ ഭൗമ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാകാനിടയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരവും അക്കൂട്ടത്തിലുണ്ടെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ ഹായവുമാണ് ഒരുപക്ഷെ ഇസ്രായേലിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കാനിടയുള്ള തീരുമാനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗസ വിഷയത്തിൽ തിരശ്ശീലയ്ക്ക് പിറകിൽ ഒരുങ്ങുന്നത് എന്താണ്? US-നും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന ചർച്ചകളിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജൂൺ 21-ന് ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ ബങ്കർ ബസ്റ്റർ മിഷൻ പൂർത്തിയാക്കി മണിക്കൂറുകൾക്കകമായിരുന്നു ആ സുപ്രധാന ചർച്ച നടന്നത്. മണിക്കൂറുകൾ നീണ്ട ഫോൺ സംഭാഷണത്തിൽ ട്രംപിനും നെതന്യാഹുവിനും പുറമെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ എന്നിവരും പങ്കെടുത്തിരുന്നു. ഇറാൻ ആണവ ഓപ്പറേഷൻ വിജയിച്ചതിന്റെ അമിതാഹ്ലാദത്തിലും അത്യാവേശത്തിലുമായിരുന്നു പെട്ടെന്നുള്ള യോഗമെന്നും വിശ്വസ്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗസ ആക്രമണം, അറബ് രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അബ്രഹാം അക്കോർഡിന്റെ വിപുലീകരണം, ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ശാശ്വത പരിഹാരം എന്നീ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് 5 വിഷയങ്ങളിലെങ്കിലും തത്വത്തിൽ എല്ലാവരും സമവായത്തിലെത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ 5 തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. 1. ഗസയിലെ സംഘർഷങ്ങൾ 2 ആഴ്ചയ്ക്കകം അവസാനിപ്പിക്കും. ഹമാസിൽ നിന്ന് മുനമ്പിന്റെ ഭരണം ഈജിപ്തും UAEയും ഉൾപ്പെടുന്ന 4 അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റണമെന്ന ഉപാധിയും അതിനായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മേഖലയിൽ ജീവിച്ചിരിപ്പുള്ള ഹമാസ് നേതാക്കളെ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് നാടുകടത്തും. ഗസയിലുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. 2. വിദേശത്ത് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഗസക്കാരെ കൂടുതൽ വിദേശ രാജ്യങ്ങൾ സ്വീകരിക്കും. 3. സിറിയയും സൗദി അറേബ്യയും മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് അബ്രഹാം കരാറുകൾ വിപുലീകരിക്കും. ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുകയും ഔദ്യോഗിക തലത്തിൽ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. 4. പശ്ചിമേഷ്യൻ സംഘർഷത്തിനുള്ള ശാശ്വത പരിഹാരമായി മുന്നോട്ട് വയ്ക്കുന്ന ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിക്കാനുള്ള സന്നദ്ധത ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിക്കും. ഇതിനായി ഫലസ്തീൻ അതോറിറ്റിയിൽ അവർ ചില പരിഷ്കരണങ്ങൾ ഉപാധിയായി ആവശ്യപ്പെടും. 5. വെസ്റ്റ് ബാങ്കിൽ പരിമിതമായ ഇസ്രായേൽ പരമാധികാരത്തിന് അമേരിക്ക അംഗീകാരം നൽകും. 1967 മുതൽ ഇസ്രായേൽ കൈയടക്കി വെച്ച ഫലസ്തീൻ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. ജൂദിയ, ശമരിയ എന്നീ പേരിലാണ് ഈ പ്രദേശത്തെ ഇസ്രായേൽ പരിചയപ്പെടുത്താറുള്ളത്. ബൈബിളിലെ ചരിത്ര പ്രദേശങ്ങളുടെ പേര് കടമെടുത്തുള്ള ഈ പ്രയോഗം തന്നെയാണ് ചർച്ചയിലെ തീരുമാനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഗസ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് മേൽ ട്രംപിന്റെ സമ്മർദ്ദമുണ്ടെന്നാണ് ഇസ്രായേൽ ഹയോമിനോട് 2 ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ആരംഭിച്ച സമ്മർദ്ദം ഓപ്പറേഷൻ അവസാനിപ്പിച്ച ശേഷം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. ബങ്കർ ബസ്റ്റർ ഓപ്പറേഷൻ ഉപാധിയായും ഇതേ ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നതായി സൂചനകളുണ്ട്. ഗസ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഉപാധിയായി നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന അഴിമതി കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന കാര്യം ട്രംപ് ഏറ്റെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധകാലത്ത് ഇസ്രായേലിനെ ധീരമായി നയിച്ച പോരാളിയായി നെതന്യാഹുവിനെ വിശേഷിപ്പിച്ച് കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ദീർഘമായ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ ഒരു നേതാവിനെതിരെ ഇസ്രായേലിൽ വിചാരണ പുനരാരംഭിക്കാൻ പോകുകയാണെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ കേസ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയോ ചെയ്യണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗസ സമവായ ചർച്ചകളുടെ ഭാഗമായി കേസുകളുടെ കാര്യം നെതന്യാഹു ട്രംപുമായി ചർച്ച ചെയ്തിരുന്നതായി ഇസ്രായേൽ ഹയം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമാക്കാനായി തന്നെ കേസിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ തുടർച്ചയായി അടുത്തയാഴ്ച നിശ്ചയിച്ചിരുന്ന കേസിലെ വാദം കേൾക്കൽ മാറ്റിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറാകും നടപ്പാകാൻ പോകുന്നത്. ആദ്യം 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കും. ഈ സമയത്ത് ജീവനോടെയുള്ള 10 ബന്ദികളെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും ഇസ്രായേലിന് കൈമാറും. പകരം 1000-ലേറെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. വെടിനിർത്തൽ കാലയളവിൽ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതികൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കാനാണ് ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ പുതിയ വെടിനിർത്തൽ ഉപാധികൾ ഹമാസ് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ച ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി പിൻവാങ്ങണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അതേസമയം ദ്വിരാഷ്ട്ര പരിഹാരം അംഗീകരിക്കാനുള്ള നീക്കം ഇസ്രായേലിലും വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യം ഉറപ്പാണ്. നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി നേതാക്കളായ ബെസ്ലേൽ സ്മോട്രിച്ചും ഇറ്റാമർ ബെൻഗിവറും ഇപ്പോൾ തന്നെ എതിർപ്പ് പരസ്യമാക്കി കഴിഞ്ഞു. ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നും നടപടി ആത്മഹത്യാപരമാകുമെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്.